അവര് നമ്മള് ഇപ്പൊ ഈ നമ്മള് ഒരു 90 ഡേയ്സ് നമ്മൾ ഈ ക്ലിനിക്ക് ഈ CSLC ക്യാൻ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിൽ എങ്ങനെയാന്ന് വെച്ചാൽ 90 ഡേയ്സ് അവർ വീട്ടിലിരിക്കുകയാണേലും അവര് നമ്മള് ടെലിമെഡിസിൻ വഴി മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പം ഒരു പേഷ്യൻ്റ് ഇന്ന് വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയി. ഇപ്പോൾ ഒരു സാറ്റർഡേ വന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നാളെ സൺഡേ വെച്ച് തുടങ്ങുന്നു. അപ്പോൾ അതെല്ലാം അവർ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അത് മൺഡേ ആകുമ്പോഴേക്കും അവരവരുടെ അന്നത്തെ അവരെന്ത് കഴിച്ചു, എത്രയായിരുന്നു BP, എത്രയായിരുന്നു ഷുഗർ, ഇതെല്ലാം അവരയച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി അവർക്ക് കറക്റ്റായിട്ടാണോ പോകുന്നത് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കും. ഈവൻ നെക്സ്റ്റ് ഡേ തന്നെ കൊടുത്തു തുടങ്ങും. അപ്പം അതുകൊണ്ട് പേഷ്യൻറ്റും അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രീറ്റ് ചെയ്യുമ്പം മരുന്ന് ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ പേഷ്യൻ്റ് അതിനകത്തൊരു പാട്ടുമില്ല, പറഞ്ഞ പോലെ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിലങ്ങനെയല്ല, പേഷ്യൻറ്റിനെ പഠിപ്പിച്ചു കൊടുക്കുവാണ് എങ്ങനെയാണ് അവർ ഫുഡ് കൊടുക്കുന്നത്. അതിനാണ് അവർ കറക്റ്റായിട്ട് ചെയ്യുമ്പം അവരുടെ ബ്ലഡിൽ എന്ത് വ്യത്യാസം വരുന്നു. നമുക്ക് പ്രഷറും ഷുഗറും നമുക്ക് വീട്ടിലിരുന്ന് നോക്കാം. ആഴ്ചയിൽ നമുക്ക് കൊളസ്ട്രോൾ നമ്മൾ ഇപ്പോൾ ആദ്യത്തെ 3 ആഴ്ച നമ്മൾ വരുന്നുണ്ടാവും. അപ്പോൾ ആ കൊളസ്ട്രോൾ മരുന്ന് നമ്മൾ അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് 80 കഴിക്കുന്നുണ്ട്, ആദ്യം 40 ആക്കും. പിന്നെ അടുത്ത ആഴ്ച വരുമ്പോഴേക്കും വീണ്ടും കൊളസ്ട്രോൾ നോക്കി അതപ്പോഴും നോർമലി തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ 20 ആക്കും, 10 ആക്കും, 5 ആക്കി അങ്ങനെ കുറച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം അത് അന്നേരം കാണാം പലരും ഈ 40-ലും 80-ലും ഒന്നും കൺട്രോൾ ഇല്ലാത്ത ആൾ പോലും ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വരുമ്പോഴേക്കും അതൊക്കെ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ ആകും. ഈവൻ നമ്മൾ പറയും ഒരു ലൈപ്പോ എ എന്നും പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് ഫെമിലിയലായിട്ട് ഉള്ളവരുടെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫെമിലിയലായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലുള്ളവരുടെ. അപ്പോൾ അത് നമ്മൾ ഒരിക്കൽ നോക്കിയാൽ മതി എന്നാണ് സാധാരണ പറയുന്നത്. അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, അത് റിസ്ക് അറിയാനാണെന്ന്. പക്ഷെ നമ്മൾ അതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് ഇപ്പം കമ്പനിക്കാർ അല്ലെങ്കിൽ ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തവരാണല്ലോ അത് പറയുന്നത്. നമ്മളത് കൃത്യമായിട്ട് നോക്കിയപ്പം പല പേഷ്യൻസിനും ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ ഈ ലൈപ്പോയെ പോലും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അവരുടെ ആ റിസ്ക് ഫാക്ടറും അത് ജനറ്റിക് റിസ്ക് അവിടെ ഉണ്ടാകും. പക്ഷെ എന്നാൽ അതിൻ്റെ പോലും ലെവൽ കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഈ ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂട്ടുന്ന കാര്യങ്ങളെല്ലാം സ്ട്രോക്കിനുള്ള സാധ്യതയും കൂട്ടും. അപ്പം ഈ രീതിയിൽ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ നോക്കി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.